നമസ്കാരം. ഞാൻ ബാംഗ്ലൂർ പോവാണേ. സഹീർ ഭായി ആയിട്ട് ഞാനും സഹീർ ഭായും കൂടെ വി ആർ ഗോയിങ് ടു ബാംഗ്ലൂർ. ഒരു വീക്കെൻഡൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് സഹീർ ഭായി അവിടെ നിന്ന് ചൈനയ്ക്ക് പോവും. ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചിട്ടില്ല. കേസ് നോക്കാം എന്തെങ്കിലും ചെയ്യാം. ഇതാണ് നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്ന നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്. വന്ദേ ഭാരതിൽ പോകാനൊക്കെ പ്ലാനായിരുന്നു, പക്ഷേ ശരിയാവില്ല. നമുക്ക് അല്ലാതെ വണ്ടിക്ക് പോയി ഇപ്പം. കാരണം വന്ദേ ഭാരതിൽ പോയിട്ടുള്ള എനിക്ക് അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എവിടെ റെഡിയായോ? താങ്കൾ വിളിച്ചോണ്ടിരിക്കുന്ന സബ്സ്ക്രൈബർ കുളിച്ചോണ്ടിരിക്കുക. അത് മനുഷ്യ 7:10 ഞാൻ ഇറങ്ങി വീട്ടിൽ നിന്ന്. ഇത്തയോട് താഴെ ഇറങ്ങി വരാൻ പറയണേ. ആ മോളുടെ ഒരു മഞ്ഞ ബാഗ് എൻ്റെ ഉണ്ട്. ഓക്കെ, അപ്പൊ ബൈ. താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ കുളിച്ചോണ്ടിരിക്കുകയാണെന്ന്. ശരി, അപ്പൊ പോയിട്ട് വരാമേ. ടാറ്റാ. നീ പിടി അവളെ ദേഷ്യപ്പെടുക. അവളെ കൊണ്ടാത്തതിന്, ശേഷം കൊണ്ടാത്തതിന്. പൊടി നീ പോടി. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നീ പറഞ്ഞാ പോവാ. ശ്വേതയുടെ ഒരു കസിന്റെ കല്യാണം ഉണ്ട്, അപ്പോൾ അതിന് പോകണം. നമ്മൾ ബാംഗ്ലൂർ പോകുന്നുണ്ട്. ഞങ്ങൾ ശ്വേതയായിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ മിക്കവാറും വന്ദേ ഭാരതിന് വീണ്ടും പോകും. അവിടെ എന്താ പരിപാടിയൊക്കെ ഉണ്ട്. വിൽ മേക്ക് സം അറേഞ്ച്മെന്റ്സ്. സഹീർ ഭായ് ആക്ച്വലി ഇന്നലെ ഫാമിലി ആയിട്ട് വന്നതാണ്. ഇന്നലെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഡിന്നറൊക്കെ കഴിക്കാൻ പോയി പുറത്ത്. അങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ മാരീഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പം ഞാനും സഹീർ ഭായും കൂടെ ഇന്ന് ബാംഗ്ലൂർ പോകും. എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് സഹീർ ഭായ് നേരെ ചൈനയ്ക്ക് പോകും. അങ്ങനെയാണ് പരിപാടി. സോ ദ ഫാമിലി വിൽ ഗോ ബാക്ക് ടു മലപ്പുറം. സോ എന്താ പറയുക, അങ്ങനെ കുറച്ച് ചെറിയ ഫാമിലി കോംപ്ലിക്കേഷൻസ് ഇതിനിടയ്ക്ക് വന്നു കേസ്. അതായത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് ബാംഗ്ലൂർ പോകാനായിട്ട് ഇങ്ങനെ യാത്ര തിരിച്ചപ്പോഴത്തേക്കിനും രണ്ടുപേരുടെയും ഭാര്യമാർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതായത് സഹീർ ഭായ് ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോകാനുള്ള പ്ലാൻ ആയിരുന്നില്ല. മലപ്പുറത്തുനിന്ന് ഞങ്ങൾ അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ പോകാനുള്ള പ്ലാൻ ആയതുകൊണ്ട് പുള്ളി പാസ്പോർട്ട് സാധനങ്ങളൊന്നും എടുത്തില്ല. എന്നാൽ പുള്ളിക്ക് ബാംഗ്ലൂരിൽ നിന്നാണ് ചൈനയ്ക്കുള്ള ടിക്കറ്റ്. അപ്പോൾ പുള്ളിയുടെ സാധനങ്ങളായിട്ട് മറ്റേ എന്താ പറയുക, രാവിലെ ലുലു തുറന്നിട്ടില്ല. ഹോട്ടൽ മാരിയറ്റ്. ഓക്കെ, രാവിലെ 7:30 ആയതേ ഉള്ളൂ. ലുലു തുറന്നിട്ടില്ല. അപ്പോൾ സഹീർ ഭായിയുടെ പാസ്പോർട്ട് സാധനങ്ങൾ അങ്ങനെ പല സാധനങ്ങളും പാലക്കാടേക്ക് വരും. ഇല്ലെങ്കിൽ നമ്മൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ നമ്മൾ മലപ്പുറം വഴി, കോഴിക്കോട് വഴി, വയനാട് വഴി നമ്മൾ ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കിനും ഒരു നേരമാവും. കൊച്ചി മാരിറ്റി മൊത്തം ക്രിസ്മസ് പരിപാടികളാണ്. എനിക്ക് എൻ്റെ ക്രിസ്മസ് കേക്ക് ഒക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, അടിപൊളി. എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു. രാവിലെ 6 മണി, 6:30, പിന്നെ 7 മണി, ഇപ്പം 7:30 6 മണി എന്ന് പറഞ്ഞാൽ 7:30 നമ്മൾ ഇറങ്ങും അല്ലേ. എന്തൊക്കെ പരിപാടിയായിരുന്നു. രാവിലെ 8 മണിക്ക് ഫിറോസ് ചുട്ടിപ്പാറയുടെ അടുത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, രാമശ്ശേരി ഇഡ്ഡലി കഴിക്കുക. എനിക്ക് രാമശ്ശേരി ഇഡ്ഡലി കഴിക്കണം രാവിലെ. അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ കേട്ടോ. അതിനപ്പുറത്ത് വേറെ പരിപാടികളൊന്നുമില്ല. നമ്മൾ ഇനി രാമശ്ശേരി ഇഡ്ഡലി മാത്രമേ കഴിക്കുള്ളൂ. അവര് സായിപ്പന്മാരെ ഫോട്ടോ എടുത്തുണ്ടെങ്കിലേ ഇവിടത്തെ സായിപ്പായിരിക്കും. സായിപ്പല്ല, എവിടത്തെയോ സായിപ്പല്ല, ഫോറിനറാ. സായിപ്പെന്ന് പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ മഴ ദിവസമാണ്. നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് പണ്ടൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ഇപ്പം ബ്ലോക്കൊക്കെ കുറഞ്ഞു. റോഡൊക്കെ ടാർ ചെയ്തിട്ട് പാലം പണി നടക്കുന്ന സമയത്ത് റോഡൊക്കെ ടാർ ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറി. മഴ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ മന്ദിപ്പം മൂടാപ്പം പരിപാടികളൊക്കെ ഉണ്ട്. എവിടെ വരെ മഴ ഉണ്ടാവുന്ന ഒരു ഐഡിയ ഇല്ല. പുതുക്കാട് സിഗ്നലാണ് ഏറ്റവും വലിയ കോമഡിയെ. 20 സെക്കൻഡ് കൊടുക്കും ഹൈവേ കൂടെ പോകുന്ന വണ്ടികൾക്ക്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോകുന്ന വണ്ടികൾക്ക് ഏകദേശം 1 മിനിറ്റോളം ടൈമറും കൊടുക്കും. ഈ 20 സെക്കൻഡ് വെച്ച് ആദ്യം, പ്രത്യേകിച്ച് മുമ്പ് 2 ലോറി കിടക്കുകയാണെങ്കിൽ ആ ലോറി ഫസ്റ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്കിന് 20 സെക്കൻഡ് തീരും. ഈ ട്രാഫിക് ഒക്കെ ഡിസൈൻ ചെയ്ത മണ്ടന്മാരെ സമ്മതിക്കണം. ഇവന്മാരിവിടെ പാലമൊന്നും പണിയുന്നില്ല ആവോ എന്താണെന്നറിയില്ല, ഒന്നും കാണുന്നില്ല. നമ്മളിപ്പം തൃശ്ശൂരെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പം പാലക്കാടൊക്കെ എത്താറായി. അതായത് തൃശ്ശൂരിൽ നിന്ന് കുതിരാൻടണലൊക്കെ ഭാഗത്തുള്ള 3 വരി ഹൈവേ ഒക്കെ പണിത് നല്ല അടിപൊളിയായിട്ട് ടോളൊക്കെ പിരിച്ചു തുടങ്ങി. ഇപ്പം അവിടെയും മറ്റേ പാലം പണി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് പാലക്കാട് ഭാഗത്തേക്കുള്ള 4 വരി വീതി കുറഞ്ഞു. ഇവിടെ 6 വരിയില്ല, 4 വരിയേ ഉള്ളൂ. ഇവിടെയും പണിയാ, എല്ലായിടത്തും പണിയോടെ പണി. എല്ലായിടത്തും പണി നടക്കും, ടോളും പിരിക്കും. അതായത് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിന്റെ പണികളാണ്. ഈ പണിയുമ്പോഴത്തേക്കും, ഈ റോഡ് ആദ്യമേ പണിയുമ്പോഴത്തേക്കും ഈ സിഗ്നലുകളിലും ജംഗ്ഷനുകളിലും ഫ്ലൈ ഓവറുകൾ വേണമെന്ന് അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഇതിനൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ദീർഘവീക്ഷണം ഇല്ലാതെ കാര്യങ്ങൾ പണിയും. എന്നിട്ട് അവസാനം നമ്മളെപ്പോലുള്ള ആൾക്കാർ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകും. ഇതെല്ലാം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പോകുമ്പം അവിനാശി ബൈപ്പാസ് ഒന്ന് വേറെ, അത് അതിനപ്പുറത്ത് വണ്ടി ഇങ്ങോട്ട് പോകുന്നത്. അത്
അങ്ങനെ കുറ്റം പറയാൻ പാടില്ല. കുറ്റം പറയാൻ പാടില്ല. എന്നാ പിന്നെ നിനക്ക് വന്ദേ ഭാരതി കയറി പോയിക്കോട്ടെ ചോദിക്കും. അതൊന്നല്ല, ലോകത്തില് ഏറ്റവും ടാക്സ് വാങ്ങുന്ന ഒരു രാജ്യമാണല്ലോ റോഡ് ടാക്സ് വാങ്ങുന്നത് നമ്മളത്. അതിനനുസരിച്ച് റോഡ് ചെറുതാവുമല്ലോ. എന്തൊരവസ്ഥയല്ലേ. സിഗ്നലാ ഹൈവേയിലൊക്കെ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെയാ സിഗ്നല്. നമ്മള് 7:30 വിട്ടാണ് കൊച്ചി മാരിറ്റ് ചെയ്യുന്നത്. ഇത്രയും റോഡ് കച്ചറയായിട്ട് നമ്മളിപ്പോ 9:30 ആയപ്പോഴത്തേക്കും നമ്മള് പാലക്കാട് എത്തി. അപ്പൊ റോഡൊക്കെ നല്ലതാണെങ്കിൽ ആലോചിച്ച് സുഖമായിട്ട് കൊച്ചിന്ന് റോഡ് ഫുൾ ഹൈവേ 1.5 മണിക്കൂർ കൊണ്ട് കാലിക്കറ്റ്. വന്ദേ ഭാരതിനെ കാട്ടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റോഡിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻസ് ആർ വെരി സ്ലോ. അപ്പോൾ നമുക്ക് രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാൻ പോവാം. നമ്മളങ്ങനെ രാമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത് കണ്ടോ. ആ ഒരു തനി ഗ്രാമ വൈബാണ് എല്ലായിടത്തും. നോക്കി ഇവിടെ സത്യഭാമ മഞ്ജുഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താമരയുടെ സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിന് മുമ്പിൽ ഇവിടെ സരസ്വതി ടീ സ്റ്റോൾ. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെയാണ് വരുന്നത് കഴിക്കാനായിട്ട്. നല്ല തിരക്കാണ് ഇഡ്ഡലി കഴിക്കാനായിട്ട് അകത്ത്. ഇവിടെ എപ്പോഴും തിരക്കാണ്. ചേട്ടൻ ഇഡ്ഡലി കൊണ്ടിരുന്നേണ്ട. ഇങ്ങനെ നല്ല പൂ പോലത്തെ ദോശ ഇഡ്ഡലിയും ചട്നിയും പിന്നെ പൊടിയുണ്ട്. ഈ പൊടി ഇത് എണ്ണ ഇത് നല്ലെണ്ണയാണെന്ന് തോന്നുന്നു. നല്ലെണ്ണ ആയിരിക്കത്തില്ല, ഇത് ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം കൂടി ഇട്ട് ചേർത്ത് കഴിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു ഇഡ്ഡലി? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടാ? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ശനി ഞായറും ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്കറിയത്തില്ല. ഞാൻ ശനി ഞായറാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഫുഡ് കഴിച്ചു. നമ്മൾ 4 8 ഇഡ്ഡലി അല്ലേ? 8 ഇഡ്ഡലി 3 വട. 3 വട കഴിച്ചു. നിങ്ങൾ വട വാങ്ങിച്ചായിരുന്നോ? 2 ഉള്ളൂ. ആ പോട്ടെ, സാറില്ല. പിന്നെ 2 വട, 2 ചായ, 1 രൂപ വെള്ളം, 215 രൂപ. നല്ല ടേസ്റ്റ് ആട്ടോ. ആ പൂ പോലത്തെ ആ ഒരു ഇഡ്ഡലി ഉണ്ടോ? നിങ്ങൾ എങ്ങനത്തെ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടോ? അതല്ലേ? ആ, അത് ഇവിടെ കിട്ടുള്ളൂ. സാമ്പാറും ചട്നിക്കൊക്കെ ആണെങ്കിൽ ഇടിഞ്ഞ എരിവായിരുന്നു. പക്ഷെ ആ എരിഞ്ഞ ചട്നി കഴിക്കണം, അതാണ് ടേസ്റ്റ്. പാർസൽ എടുക്കട്ടെ. ഫുഡ് കഴിച്ചു. ആ ഫുഡ് കഴിച്ചു. ഞങ്ങള് ഇഡ്ഡലി കഴിച്ചു. ഇഡ്ഡലി ഞങ്ങളുടെ സ്വന്തം രാമശ്ശേരി ഇഡ്ഡലി. യെസ്. എവിടാ ഷൂട്ടുണ്ടോ? ഷൂട്ടുണ്ട്, ചെറിയ ഷൂട്ട്. വീട്ടിലേക്ക് വിട്. അങ്ങോട്ടല്ലേ? യെസ്, പോവാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഭക്ഷണം കഴിച്ചു. നല്ല എന്താ പറയാ, ഇഡ്ഡലി, നല്ല എരിവുള്ള ചട്നി. നിങ്ങൾ ഇലക്ഷൻ നിൽക്കുന്നില്ലേ? ഇലക്ഷൻ നിൽക്കാൻ പറഞ്ഞു. അയ്യോ, നിങ്ങൾ നിൽക്കുന്ന ജയിക്കില്ലേ? അയ്യോ, നമ്മള് ഇവിടുത്തെ ചുട്ടിപ്പാറ പഞ്ചായത്താണോ? ചുട്ടിപ്പാറ അല്ല, പഞ്ചായത്ത് എലപ്പുള്ളി പഞ്ചായത്ത്. ഓക്കെ. ശരിക്കും വേണം നിൽക്കാവുന്നേ ഉള്ളൂ. ഇത് വേണ്ട അല്ലേ? ഇത് വേണ്ട, അത് മതി അല്ലേ? പണി കൂടുതലാണ്. ശരി. ഫിറോസ്കയുടെ വീട് പണി നടക്കുകയാണ്. നിങ്ങൾ വീഡിയോ കണ്ടു. വീട് പണി കുറേ വർഷമായി. വീട് പണിയുന്നു 2-3 വർഷമായി അല്ലേ? 2-3 വർഷമായിട്ട്. അതായത് പുള്ളിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി. അതെ, അങ്ങനെയാണ് പരിപാടികൾ. എന്തായാലും വീട് പണി ഉടനെ തീരട്ടെ, അടിപൊളിയാവട്ടെ. നമ്മൾ എന്താ പറയുക, നിങ്ങളെന്താ ചൈനയിൽ പോയിട്ട് എന്താ പരിപാടി? ചൈനയില് എന്താ ചുടാന്നുള്ള ആലോചന. കഴിഞ്ഞവിടെ നിങ്ങൾ ചുട്ടായിരുന്നല്ലോ. എന്നെ ചുടാൻ ഇത്തവണ എന്നാ പരിപാടി? നോക്കാം. മറ്റേ ലക്ഷത്തിന്റെ ഫിഷ് വാങ്ങിച്ചു കൊടുക്ക്. ശരി, ഞങ്ങളൊരു സ്ഥലത്ത് പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. ഭയങ്കര മാർക്കറ്റ് പോയി. വുഹാൻ മാർക്കറ്റ് പോലത്തെ അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളത്. അവിടെ മെരും മറ്റേതും മറിച്ചതും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് കാട്ടുന്ന പിടിച്ചോടുന്നിട്ട് അന്നൊരു ദിവസം മാത്രം പേടിയാവും. കൊള്ളാം. എന്തായാലും സംഭവം അടിപൊളിയാണ്. നിങ്ങൾ ഫർണിച്ചർ എടുക്കാൻ കൂടെ അല്ലേ പോണേ? ഫർണിച്ചർ വീട്ടിലേക്ക് സാധനങ്ങൾ എടുക്കാനാണ്. വീട്ടിലേക്ക് ഫർണിച്ചർ എടുക്കുക, കൂട്ടത്തിൽ പണി നടക്കും. അപ്പൊ ആ ഫർണിച്ചർ വാങ്ങുന്നതിന്റെ പൈസ നമ്മൾ വീഡിയോ ചെയ്തുണ്ടാക്കും. അത്ര കിട്ടുമെന്നുള്ള സംശയം. നിങ്ങൾ ഇടയ്ക്ക് യൂട്യൂബ് നിർത്താൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടില്ലേ? അപ്പൊ എന്നോട് കുറെ ആൾക്കാർ, എടാ ഫിറോസ്കൊക്കെ യൂട്യൂബ് നിർത്താൻ പോവാ, പൂട്ടി കെട്ടുവോ? ഞാൻ ഒത്തിരി ചോദിച്ചു. സത്യം പറഞ്ഞാല് യൂട്യൂബിന്റെ പുതിയൊരു ചേഞ്ച് വന്നില്ലേ? ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വന്നില്ലേ? റീൽസിലാണ് കൂടുതൽ, റീൽസ് ഷോർട്സിലൊക്കെയാണ് ആളുകൾ കൂടുതൽ പോണത്. അതാണ് നമ്മൾ മെയിൻ വീഡിയോ അല്ലേ, നല്ല ചിലവുണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം പറഞ്ഞാൽ ഇതിപ്പോൾ ഇന്ന് തന്നെ നമുക്കൊരു 50,000 രൂപ ചിലവുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥിതി. അപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല റീൽസിന് മുന്നിൽ. നമുക്കും അത് തന്നെയാണ് സംഭവം. മെയിൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് സമയമില്ല. അത് മെയിൻ. എല്ലാവരും റീൽസ്, ചെറിയ പരിപാടി
തള്ളിക്കൊണ്ട് പോകണം. നമ്മളിപ്പോൾ അതല്ലേ ചെയ്യണം. ഞാനിപ്പോൾ അതാണ് നൈസായിട്ട് സൈഡിൽ കൂടെ പോഡ്കാസ്റ്റ് ഒക്കെ തുടങ്ങി. ഞാൻ കണ്ടു നന്നായിട്ട് വരണം കേട്ടോ ഒരു ദിവസം പോഡ്കാസ്റ്റ്. ഞാൻ വരാം. പിന്നെ നമ്മുടെ ചാനലിൽ നമുക്ക് കുറെ കഥകൾ പറയാല്ലേ. പിന്നെ എപ്പോഴും കഥകളേ ഉള്ളൂ നമ്മുടെ കഥകൾ, നല്ല കഥകളും എല്ലാ കഥകളും. എനിക്ക് ഞാൻ കുറെ ഒരു 5-6 ഇന്റർവ്യൂ കൊടുത്തിട്ട്, പക്ഷെ ഇന്നും തീർന്നിട്ടില്ല എന്റെ കഥ. അയ്യോ അതങ്ങനെയാണ് ശരിക്കും. പോഡ്കാസ്റ്റ് ഞാൻ തുടങ്ങിയത് അതിനകത്ത് ഒരു വലിയൊരു എക്കണോമിക് ഇത് എവിടെയെങ്കിലും വെച്ച് സംസാരിച്ചാൽ പോരെ, നമുക്ക് സംസാരിക്കാമല്ലോ. അതായത് നമുക്ക് ഈ ഭയങ്കര എക്കണോമിക്കലായിട്ടുള്ള രീതിയിൽ സാമ്പത്തികപരമായിട്ട് വലിയ മെച്ചമുള്ളൊരു പരിപാടിയല്ല പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും നമുക്കതൊരു ഫൺ ഒരു സാധനമാണ്. അതായത് ഒരാളുമായിട്ട് 1-2 മണിക്കൂർ ഇത് സംസാരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കും റിലാക്സ് ആയിരിക്കും. പിന്നെ കുറേ ആളുകൾക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. പിന്നെ ആ സംഭവം പോഡ്കാസ്റ്റിൻ്റെ മെയിൻ വഴി എന്ന് പറയുന്നത്, ഈ പോഡ്കാസ്റ്റ് നമ്മുടെ ഇടുന്ന 2 മണിക്കൂറിൻ്റെ വീഡിയോ നമ്മളിത് വെട്ടിമുറിച്ച് ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഒക്കെ ഇടും. ചിലപ്പോൾ അതായിരിക്കും റീച്ച് ആവുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അതിനകത്ത് നമുക്ക് കുറേ പരിപാടികളൊക്കെ ഉണ്ട്, പല പല സാധ്യതകളും ഫ്യൂച്ചർ സംഭവങ്ങളും. നമ്മൾ ഐഡിയകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് ഞാൻ വന്നാൽ എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ടാവും. അത് ഞാൻ നിങ്ങളുമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ അതിലൂടെ പല ബിസിനസ്സുകളും കച്ചവടങ്ങളും വരാൻ. അതാണ് അങ്ങനെ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേറൊരു പരിപാടിയാണ്. പിന്നെ വിളിക്കും, ഞാൻ എന്തായാലും വരും. യെസ്. നിങ്ങളുടെ ട്രാവൽ മാസ്റ്ററിൽ ഇപ്പോൾ ഒന്നും ചെയ്യാറില്ലേ? ട്രാവൽ മാസ്റ്റർ ഇപ്പോൾ ചെറിയ വീഡിയോ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നും ചെയ്യാം. ഓക്കെ, എന്തായാലും വീട് പണിയൊക്കെ ഗംഭീരമായിട്ട് കഴിയട്ടെ. ഇത് നമുക്ക് പാലയാച്ചലിന് കാണാം. പാലയാച്ചലിന് വിളിക്കുമോ? നോക്കട്ടെ. പുള്ളി ഇപ്പൊ പാല് കാച്ചലാണല്ലോ ട്രെൻഡ് അല്ലേ? ഞാനിപ്പോ അതാണ് പാല് വെച്ചോണ്ട് പാല് കാച്ചണമെന്നുള്ളതാണ്. അപ്പൊ ശരി, ബാംഗ്ലൂർ വെച്ച് കാണാം. ചായ കുടിക്കണം. ഞങ്ങൾ ഇപ്പൊ ചായ കുടിച്ചതേ ഉള്ളൂ. അത് ചായ ജംഗ്ഷനിൽ ചായ നമ്മുടെ സാധാരണ നാടൻ കടയുണ്ട്, അവിടെ ചായ കുടിക്കും. നാടൻ ചായ കുടിച്ചിട്ട് വണ്ടിയിൽ വരുന്നോ നിങ്ങൾ ബൈക്കിൽ വരുന്നോ? ആ ഓക്കെ ആയിക്കോട്ടെ. എനിക്ക് മധുരം ഇല്ലാതെ ചായ. ഒരു ബ്ലാക്ക് ടീ മധുരമില്ലാത്തത്. എനിക്ക് മധുരമില്ലാത്തത്. എല്ലാം ഹായ്, സുഖം. ഞങ്ങളെ മാർക്കറ്റ് തേട് വാങ്ങാൻ ഈ തുണി എടുത്ത് കണ്ടാ പോകണത്. ഈ ലുങ്കി കൊടുത്തില്ല ചൈന അല്ല. അതിപ്പം മറ്റേ അവര് ന്യൂയോർക്കില് ടൈം സ്ക്വയറിൽ പോയിട്ട് സംഭവം തേള് എമ്മാരി വിലയെന്നറിയോ? ഭയങ്കര എക്സ്പെൻസീവ് തേള് ആണല്ലേ. ആ ഒരു തേളിന് എത്ര 50 രൂപ. 50 പാത്തില്. എന്തായാലും സംഭവം എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ വെജിറ്റേറിയൻ വിഭവങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്തണം. ആര് കാണണം? നിങ്ങൾ തന്നെ കാണണം. നിങ്ങൾ മക്കളും തിരിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തിരിച്ചു തരാണ് ഞങ്ങളുടെ. എന്റെ മകൻ നിങ്ങളുടെ ഭയങ്കര ഫാനാണ്. എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഓടുന്നത് നിങ്ങളുടെ വീഡിയോയാ. പോത്തൊക്കെ ചെയ്യണോണ്ടാണ്. വെജിറ്റേറിയൻ നോക്കാനില്ല. നിങ്ങൾ കഴിക്കില്ല? ഞാൻ മോനും കഴിക്കും. മോനും ഭയങ്കര കാര്യമാണ്. ഇന്നലെ ഫോൺ വിളിച്ച് രാത്രിയിൽ കണ്ടില്ലേ, ഇങ്ങനെ ശബ്ദം കേട്ടിട്ടാവും മനസ്സിലാവും പറഞ്ഞ ഫിറോസ്കി ആണെന്ന്. അല്ല, വെജിറ്റേറിയനിൽ കുറച്ച് രസകരമായിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആൾക്കാർക്ക് താല്പര്യമില്ല, കുറവാണ്. ആണോ? ആളുകൾ കാണാനില്ല. ആണല്ലേ? എന്നാൽ ഞങ്ങൾ നീങ്ങട്ടെ. അപ്പോൾ വീണ്ടും ബൈ കാണാം. ഞാൻ നാളെ ബാംഗ്ലൂർ വെച്ച് വിളിക്കാം. ഓക്കെ, സീ യു. ബൈ. അപ്പോൾ ശരി, ബൈ. ഞങ്ങളിങ്ങനെ റൈറ്റ് എടുത്താൽ പോരെ? നേരെ കഞ്ഞിക്കോട്. ഓക്കെ, നേരെ കഞ്ഞിക്കോട് പിന്നെ നേരെ ബാംഗ്ലൂർ, ഒരേ റോഡ്. ഇവിടെ നിന്ന് പിന്നെ ബാംഗ്ലൂർ പോകാൻ എളുപ്പമാണല്ലോ. ഇവിടെ നിന്ന് നേരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിനാശി എത്തുന്ന ബുദ്ധിമുട്ട്. ബിരിയാണി കേട്ടോ, ബിരിയാണി അമ്പൂർ ബിരിയാണി. അപ്പം നമ്മളിന്ന് അടുത്ത നമ്മുടെ സ്റ്റോപ്പ് അമ്പൂർ ബിരിയാണി. ഇതിനു മുമ്പ് നിങ്ങളുടെ ബാഗ് പാസ്പോർട്ട് കിട്ടണ്ടേ? പാസ്പോർട്ടും ബാഗും അതെവിടുത്തെ? അത് കുറച്ച് സമയം എടുക്കും. ഇല്ല, എത്ര മിനിറ്റ് ഉണ്ട്? കഞ്ഞിക്കോട് റെയിൽവേ സ്റ്റേഷനാ? 13 മിനിറ്റ്. ബാഗ് കിട്ടി ഗൈസ്, ബാഗ് കിട്ടി. പാസ്പോർട്ട് ഉണ്ടെന്ന് നോക്കിയേ. മലപ്പുറത്ത് നിന്നും ബാഗ് വന്നിരിക്കുകയാണ്. ബാഗ് ബസ് ട്രെയിനിൽ കയറി വന്നല്ലേ? ബാഗ് ട്രെയിനിൽ കയറി വന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പം നേരെ സ്ട്രൈറ്റ് ബാംഗ്ലൂർ. ഇനി ഇവിടെ നിന്ന് 370 കിലോമീറ്റർ ബാംഗ്ലൂർ. ഇതെന്താ ഇത് കുറെ ഉണ്ടല്ലോ. ഇതെല്ലാം കൊണ്ടു നടക്കണം. ഞാൻ 2.5 കൊണ്ടു നടക്കാറുള്ളൂ. ചില വിസകളുണ്ട് മുന്നത്ത്. ഓ, അതിന് വേണ്ടി. ഓക്കെ. അങ്ങനെ നമ്മൾ എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാമല്ലോ, നമ്മുടെ അവിനാശി ആ കോയമ്പത്തൂർ ബൈപ്പാസിന്റെ ഭാഗത്തെത്തി. തമിഴ്നാട് സർക്കാരിന്റെ അനാസ്ഥ കാരണം, എല്ലാറ്റിയുടെ ആ ഒരു പിടിവാശി കാരണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ കുളമായി കിടക്കുന്ന ഇവിടുത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ നോക്കിയേ. ഇനി അങ്ങോട്ട് 30 കിലോമീറ്റർ ഈ ശോക വഴി കൂടെ പോകണം. ഇത് മൊത്തം ഈ പറഞ്ഞ പോലെ പഴഞ്ചൻ മെഷീനും വെച്ചുകൊണ്ട് നമുക്ക് ടോള് പോലും മര്യാദയ്ക്ക് ഒരു വണ്ടി റീഡ് ചെയ്യണമെങ്കിൽ എത്ര സമയം വേണമെന്നറിയാമോ? അതാണ് ഈ സാധനങ്ങളില്ല. അവിടെ പോയി വണ്ടി നിന്നിട്ട് ഈ ഫാസ്റ്റാഗ് റീഡ് ചെയ്യണ്ടേ? ഇത്രയും സമയം എങ്ങ് പോവാ. ടെക്നോളജി എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ
ഒരു വിലയില്ലാത്ത സാധനമാണെന്നുള്ളത് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ. ഞാൻ നമ്മളെപ്പോൾ റോഡിൽ പോയാലും പറയുന്നൊരു കാര്യമാണ്, ഇവരാണ് ഏറ്റവും ടെക്നോളജിയുടെ കാര്യത്തിൽ മോശം അല്ലെ പിന്നിൽ എന്ന് പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റാഗൊക്കെ ഈ റീഡറിൻ്റെ അടിയിൽ കൂടെ നല്ല സ്പീഡിൽ പോയാലും റീഡാവും. പക്ഷേ ഈ ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങളിൽ നിന്നും പണം പിരിക്കാനുള്ള സംവിധാനം നമുക്കിവിടെ ഇല്ല. ഇപ്പോഴും ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങളുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ഫാസ്റ്റാഗ് പോലത്തെ അവരുടെ ആ ഒരു എക്യുപ്മെൻ്റ് ഇല്ലാത്ത വാഹനങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അവർക്ക് പിഴ ഈടാക്കുന്ന തരത്തിൽ ചെല്ലാൻ പോകുന്ന സിസ്റ്റം ഉണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് ശരിക്കും ഈ ടോൾ പ്ലാസകൾ ഇപ്പോഴും ഇങ്ങനെ ഇത്തരത്തിൽ വലിയൊരു പ്രശ്നമായിട്ട് നിലകൊള്ളുന്നത്. ഈ ഒരു അവിനാശി റോഡിൽ എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്നറിയാം. ഇവിടെ മൊത്തം ഇതുപോലെയുള്ള ചെറിയതും വലുതുമായിട്ടുള്ള ക്രോസിങ്സ് ധാരാളമുണ്ട്. വണ്ടികൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോയിട്ട് ഒത്തിരി ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ കേരളത്തിനായിട്ട് പോകുന്ന ഒരു ഏരിയയും കൂടെ ആണല്ലോ, കേരളത്തിൻ്റെ ആ ഒരു കണക്ഷൻ ബോർഡർ ഏരിയ ആണല്ലോ. അതുകൊണ്ടായിരിക്കും തമിഴ്നാടിനും ഇത് ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ലാത്തത്. ശരിക്കും ഭയങ്കര മോശമാണ് തമിഴ്നാട് ആ കാണിക്കുന്നത് ഈ ഒരു ഭാഗം അല്ലേ. ഇത്രയും നല്ല റോഡ് എല്ലായിടത്തും ഉണ്ടാക്കിയിട്ട് ഈ കേരള ബോർഡറിലേക്കുള്ള ഈ ഒരു റോഡ് ഇങ്ങനെ ഇത്തരത്തിൽ ഒന്നും ചെയ്യാതിട്ടിരിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ അവിനാശി എത്തുമ്പോഴത്തേക്കിന് എന്തായാലും ഡ്രൈവർ ചേഞ്ചിനുള്ള സമയമാവും. കാരണം മതിയായി, മടുത്ത്. കൊച്ചിയിൽ നിന്ന് അവിനാശി വരെ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കിനും അയ്യോ എൻ്റെ അമ്മോ. ഓടിക്കല്ലേ ബാംഗ്ലൂർ വരെ? ഇല്ല, പിന്നെ പോണ്ടോളം പോകും. ഹോട്ടൽ ബുക്ക് ചെയ്യണ്ടേ? ഹോട്ടൽ ബുക്ക് ചെയ്യട്ടെ, നോക്കട്ടെ. 3 ട്രാക്ക് കൂടി ഞാൻ പോകേണ്ടത്. ആ ബസ്സല്ലേ? അതൊക്കെ അങ്ങനെയൊക്കെ പോവുള്ളൂ. എനിക്കൊരു എക്സ്ട്രാ സീറ്റ് ബെൽറ്റ് കൂടെ കിട്ടുമോ? സൈർ ബൈ റോക്കറ്റ് മോഡാണ്. ഇനിയിപ്പോ 3 പേര് കഴിഞ്ഞു, ഇനി കത്തിക്കൽ നിന്നു. ഇനി 4 പേരേ ഉള്ളൂ. 6 ലൈൻ കഴിഞ്ഞു, ഇനി 4 പേരെയാ. ഇനിയിപ്പോ നമുക്ക് സേലം എത്താറാവുമ്പം നമുക്ക് വീണ്ടും 6 ലൈൻ കിട്ടും. ട്രക്കുകൾക്ക് പോകാനുള്ള വഴിയാണ് അങ്ങേറ്റത്തെ റോഡ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നമ്മളങ്ങനെ നോക്കിയും കണ്ടും മാറി മറിഞ്ഞ് ഓടിക്കണം. നമ്മളിപ്പം ഒരു ട്രാക്കിലൂടെ പോവാണ്, മുമ്പിൽ അപ്പുറത്തെ ട്രാക്കിലൂടെ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ആ വണ്ടി നമ്മുടെ ട്രാക്കിൽ വരാം. ഇൻഡിക്കേറ്റർ പോലും ഉണ്ടാവാതെ മാറാം, അങ്ങനെ മാറാം, ഇങ്ങനെ മാറാം. അപ്പം നമ്മളങ്ങനെയൊക്കെ ഓടിക്കണം. ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വരും, ചിലപ്പോൾ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വരും. മിസ്റ്റേക്സ് ക്യാൻ ഹാപ്പൻ വിത്ത് എനിവൺ അല്ലേ? അങ്ങനല്ലേ? എന്തായാലും സൈർ ബൈ പറപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഉറങ്ങട്ടെ. ക്യാൻ ഐ സ്ലീപ്പ് സം ടൈം? ഓക്കെ. ഫുള്ള് ലോഡാണ്. അവൻ 40 കിലോമീറ്ററിലാണ് പോകുന്നത്. അവൻ റൈറ്റ് ട്രാക്കിലാണ്. നമ്മൾ ഇപ്പുറത്തോടിനി അപ്പുറത്ത് മാറി എങ്ങനെയെങ്കിലുമൊക്കെ പോകണം. അതൊക്കെ റീഡായി വരണം. ഇനിയിപ്പോൾ അവർ വന്ന് നമ്മൾ കോലൊക്കെ വെച്ച് ഇതിൽ തൊട്ട് പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അതാണ് എൻ്റെ പരിപാടി. എന്തൊക്കെ പരിപാടികളാണ് ഈ പുള്ളിക്കാരി വണ്ടി നമ്പരൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫാസ്റ്റാഗ് ഇന്ത്യൻ ടെക്നോളജി. ഉളുപ്പുണ്ടോ നാഷണൽ ഹൈവേ അതോറിറ്റി ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട്? ഇതൊക്കെ നല്ല സാധനങ്ങൾ വെച്ചൂടെ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ ഇന്ത്യയിലെ ലെഫ്റ്റ് ട്രാക്കാണ് ഓവർടേക്കിംഗ് ട്രാക്ക് ആണെന്നുള്ളത്. അതാണ് ഇന്ത്യൻ റോഡിലെ പ്രശ്നം എന്ന് പറയുന്നത്. ലെഫ്റ്റ് ട്രാക്കാണ് ഓവർടേക്കിംഗ് ട്രാക്ക്. നമ്മുടെ വലത് ട്രാക്കിലായിരിക്കും ട്രക്കുകളും സ്ലോ മൂവിങ് വണ്ടികളും എല്ലാവരും. അതെത്ര നമ്മളത് അവയർനെസ് കൊടുത്താലും കേരളത്തിലാണ് ആ കാര്യം കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് നടക്കുന്നത്. ഇവിടെ അത് തന്നെ മുമ്പിലൊരു വണ്ടി പോയി കിടപ്പുണ്ട്. മുന്നോട്ടെടുക്കുക, പുറമോട്ടെടുക്കുക, എന്നിട്ട് പുറത്ത് കോലും കൊണ്ട് വന്ന് എടുക്കും. അതാണ് പരിപാടി. ഒടിക്ക് റിവേഴ്സ് എടുത്ത് ഇത് അവിടെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. സാധനമൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇല്ല, പൊന്തിയിട്ടില്ല. പൊന്തട്ട എന്നാ അപ്പൊ പൊന്തി. സൈർ ബൈ നല്ല അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 10-20 മിനിറ്റ് ഉറങ്ങി, അരമണിക്കൂറോളം ഞാൻ ഉറങ്ങി. താങ്ക് യു സോ മച്ച് സൈർ ബൈ. നിങ്ങൾ വളരെ നല്ല ഒരു ഡ്രൈവറാണ്. പുരോഗമനം ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾ ബാംഗ്ലൂർ വരെ വണ്ടി ഓടിക്കണം, അടിപൊളിയായിരിക്കും. ഇല്ല, നിങ്ങൾ വളരെ നല്ല ഡ്രൈവറാണ്. ഇല്ലെങ്കിൽ ഞാൻ ഹൊസൂർ എത്തിയിട്ട് തരാം. ഹൊസൂർ മുതൽ അങ്ങോട്ട് വണ്ടി ഓടിച്ചാലും മതി. ബാംഗ്ലൂർ ട്രാഫിക് ഈസ് നൊട്ടോറിയസ് ഗൈസ്. നമുക്ക് ആക്ച്വലി വന്ദേ ഭാരതിൽ പോയാൽ മതിയായിരുന്നു അല്ലേ? പക്ഷേ അല്ല, എനിക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഐക്യെന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം. അതുകൊണ്ടാണ് ഞാൻ വണ്ടി കൊണ്ട് വന്നത്. എനിക്ക് ഐക്യ പോകണ്ടേ? നമ്മുടെ ഹോം സ്റ്റേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. എൻ്റെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം.
അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതിന് വേണ്ടി അയക്കുക പോകണം എനിക്ക്. ഗൈസ്, ഇവിടെ നമ്മൾ സേലം എത്തി പെട്ട് കിടക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ആംബുലൻസും അങ്ങനെ പല പല വണ്ടികളും പെട്ട് കിടക്കുകയാണ്. ഇവിടെ റോഡ് പണി എന്തോ ആണ് ഇവിടെ പല സ്ഥലത്ത്. അപ്പോൾ ഇവിടെ റൂട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിട്ട് ആകെ മൊത്തത്തിൽ ഡെഡ്ലോക്ക് ആയിട്ട് കുളമായിട്ട് കിടക്കുക. കണ്ടോ നോക്കിയേ, ഒരു പരിപാടിയും നടക്കുന്നില്ല. എന്തി പോട്ടെ എന്ന് പറഞ്ഞാൽ വണ്ടി പോകാൻ പറ്റുകയല്ല, മൊത്തം ബ്ലോക്കാ. നമ്മളിങ്ങനെ ഇതിലേ വന്നിട്ട് റൗണ്ട് അബൌട്ടിൽ നിന്ന് യൂട്ടേൺ എടുത്ത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ വന്ന വഴിയാണ് അപ്പുറത്ത് കിടക്കുന്നത്. ഉണ്ടല്ലേ, ഈ കണ്ട ബ്ലോക്കുകളിൽ കൂടെ ഒക്കെ പെട്ടാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. എന്ത് ബ്ലോക്കാന്ന് നോക്ക്, ഇത്ര നേരം എനിക്ക്. അതിനകത്താണ് 90% ട്രക്കാണ്, മൊത്തം ലോറികളുണ്ട്. ആൾക്കാർ ലോറിയൊക്കെ ഇട്ടിട്ട് ഇറങ്ങിപ്പോയേക്കുന്നത്. അതുപോലെ ബ്ലോക്കാണ്. ഒരു റോഡ് പണി നടക്കുമ്പോഴത്തേക്കിനും, ടോൾ റോഡാണേ, ഓർത്തോണേ, ടോൾ റോഡിലാണ് ഒരു റോഡ് പണി നടക്കുമ്പോഴത്തേക്കിനും ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ വഴി തിരിച്ച് വിട്ട്, എന്നാൽ പ്രോപ്പറായിട്ടൊരു വഴിയില്ലാതെ ഏതെങ്കിലുമൊക്കെ വഴി കൂടെ ചുമ്മാ വിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുത്തി ഇങ്ങനെ പോകുന്നുണ്ടോ. ഈ വണ്ടിയൊക്കെ ഇനി എപ്പോൾ പോകാനാണോ ഈ സിഗ്നൽ അല്ലെങ്കിൽ ഈ സ്ഥലം? ഒരു ഐഡിയ ഇല്ല. അതുപോലെ തിരക്കുക നോക്ക്, എന്തോരം വണ്ടികളാണോ. ഈ മിക്കവാറും ബ്ലോക്ക് ബാംഗ്ലൂർ വരെ ഉണ്ടാവും. ഞങ്ങളിപ്പോൾ സേലം എത്തി. സേലത്ത് റാഡിസൺ ഹോട്ടലിൻ്റെ അടുത്തായിട്ട് ഒരു സെൽവി മെസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് വണ്ടി ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. എന്ത് തിരക്കുള്ള സ്ഥലമാണ്. ഈ വണ്ടികളൊക്കെ പാർക്കിങ്ങിന് വേണ്ടി ക്യൂ അടക്കമാണ്. എൻ്റെ പൊന്നോ, ഞാൻ ഇതിലെ ഇവിടെ പോകുന്നതുകൊണ്ട് ഞാൻ ഷെഫ് പിള്ളേനെ വിളിച്ചപ്പോഴത്തേക്കിന് ഷെഫ് പിള്ളയാണ് എനിക്ക് ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തത്. ഇവിടുത്തെ ഒരു ഫേമസ് മെസ്സാണെന്ന് പറഞ്ഞു. ഇവിടെ ശരിക്കും 3-4 സെൽവി മെസ്സുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതോ ഒരു സെൽവി മെസ്സിലാണ് പോയിരിക്കുന്നത്. ബാംഗ്ലൂർ പോകുന്ന ഹൈവേയിൽ തന്നെയാണ് ഈ സ്ഥലം. ഇതൊരു AC റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നോൺ വെജ് സെക്ഷൻ വേറെ ഉണ്ട്, വെജ് സെക്ഷൻ വേറെ ഉണ്ട്. അപ്പോൾ ഇലയിലാണ് ഭക്ഷണമൊക്കെ വിളമ്പുന്നത്. ഞങ്ങളൊരു ബിരിയാണി പറഞ്ഞു, പിന്നെ മീൽസ് ഉണ്ട്. പിന്നെ ബിരിയാണിയുടെ കൂടെ മട്ടൺ ബ്രെയിൻ, മട്ടൺ ഫ്രൈ, പിന്നെ ചിക്കൻ ചുക്ക, മട്ടൺ ചുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കിട്ടും. മട്ടൺ ബിരിയാണിയാണ്, മട്ടൺ ബിരിയാണി, ചിക്കൻ ബിരിയാണി. മട്ടൺ ബിരിയാണിക്കകത്ത് മുട്ട ഉണ്ട്. ഗീസ്റ്റോക്ക് ബിരിയാണി ഇങ്ങനത്തെ റൈസാണ്. ഇവിടെ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ റൈസ് കിട്ടും. അമ്പൂർ ബിരിയാണി ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇവർ ഇതേപോലെ റൈത്ത പിന്നെ ഈ ചാറൊക്കെ ഇട്ടിട്ട് മുക്കിയാണ് ഇവർ ബിരിയാണി കഴിക്കുക. അങ്ങനെയാണ് ഇവരുടെ ബിരിയാണിയുടെ പരിപാടി. നമ്മുടെ നെയ്ച്ചോറ് പോലത്തെ സംഭവമല്ല. ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇത് ചിക്കൻ ചുക്ക എന്ന് പറയും. നല്ല വെറൈറ്റി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. നല്ല സ്പൈസിയാണ്. സ്പൈസസ് ഒക്കെ നല്ല പോലെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ഓ, അടിപൊളി, കൊള്ളാം അല്ലേ. ഒരു മട്ടൺ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി, ഒരു മട്ടൺ ചുക്ക, ഒരു ചിക്കൻ ചുക്ക 1150 രൂപയായി. നമ്മൾ വിദേശത്ത് യാത്ര ചെയ്ത് കൊടുക്കുന്ന റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും ഒന്നുമില്ലെങ്കിലും നാട്ടിലെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ്സ് കൂടുതൽ. പക്ഷേ നല്ല ഫുഡായിരുന്നു, ഇഷ്ടപ്പെടാം. നമ്മളിങ്ങനെ ബാംഗ്ലൂർക്ക് വരുമ്പോഴത്തേക്കിനും കൃഷ്ണഗിരി ആ ഭാഗത്ത് എവിടെ എത്തുമ്പോഴത്തേക്കിനും ഒരു പുതിയൊരു ഹൈവേ കാണാം. NH 844 എന്നും പറഞ്ഞുകൊണ്ട്. അത് അപ്പോൾ NH 44 ഇത് ഭയങ്കര ഷോർട്ട് കട്ടാണല്ലോ. അതായത് ഭയങ്കരമായിട്ട് നമുക്ക് കുറേ അധികം റൂട്ട് ഇങ്ങനെ മാറിപ്പോകും. എവിടെ പോയി കയറും ഇത്? റായക്കോട്ടയോ ഇത് എങ്ങോട്ടാ പോകുന്ന ഒരു ഐഡിയ കിട്ടുന്നില്ല. ഏതോ ഒരു വഴി ഗൂഗിൾ മാപ്പ് കാണിച്ച് നമ്മൾ ആ വഴി എടുത്ത്. എനിക്കറിയില്ല, ബാംഗ്ലൂരൊക്കെ കാണാം. ഇത് ധർമ്മപുരി എന്നാണ് നമ്മൾ തിരിഞ്ഞത്. കൃഷ്ണഗിരി സ്കിപ്പ് ചെയ്ത് പോകുന്ന ഏതൊരു വഴിയാണെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, വലിയ വണ്ടിത്തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല സുഖമായിട്ടുള്ള വഴി ഇപ്പം നിലവിൽ. ഐ ഡോണ്ട് നോ ഫർദർ. പോയിട്ടില്ലേ വഴി? എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ആദ്യമായിട്ടേ വഴി പോകുന്നത്. ഇത് എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയത്തില്ല. നല്ല വിജനമായിട്ടുള്ള വഴി കാണുമ്പോൾ പേടിയാണ്. കാരണം മുമ്പിൽ പോകുമ്പോൾ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഒറ്റ വണ്ടിയില്ല. അപ്പോൾ അവിടെ ചിലപ്പോൾ ഇഷ്ടംപോലെ വണ്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് കാണുന്നു. ഇത് ശരിക്കും പുത്തൻ റോഡാണ് കേട്ടോ സംഭവം. പുത്തൻ റോഡില് പോകാൻ പറ്റാതെ അങ്ങോട്ട്. ഇതെന്താ ഇങ്ങനെ അത് മാത്രമേ ഇറക്കിയെന്നുള്ളൂ? ഇതന്നെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നില്ല. ഇവിടെ എല്ലാ സംഭവങ്ങളും ഇത് കണ്ടില്ലേ. ഇത് മൊത്തത്തില് വർക്കിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല എന്താന്ന്. ഇത് വർക്കിംഗ് ആണല്ലോ, പൈസ എടുക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്? കണ്ടോ, ബസ് അവന്മാർ അതിലൂടെ കടത്തി വിട്ടെ. എന്നാ പരിപാടിയാന്ന് നോക്കിയേ. അണ്ണാ ഇതെന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നേ, എന്നെ അടച്ചിട്ടിരിക്കുന്നേ. അതെന്നാ ക്ലോസ് ചെയ്ത് ടൈം ഔട്ടാ? എന്താ 8 hours? അത് തുറന്നിട്ടപ്പോ അവന്മാർക്ക് എന്നെ ഒക്കെ മന്ദബുദ്ധികളാണോ പറയും, മണ്ടത്തരമാണോ പറയുന്നത്. അതായത് നമ്മളെല്ലാം ഉണ്ടാക്കിയിടും, പക്ഷെ നീ ഒന്നും അങ്ങനെ ശ്രമിച്ച് പോകണ്ട, നമ്മള് പൈസയും വാങ്ങിക്കും. അതാണ് ആറ്റിറ്റ്യൂഡ്.
ഒന്നും പറയണ്ട, കോമഡിയാ. നല്ല അടിപൊളി റോഡാട്ടോ ഇത്. NH 844. ഇത് പുതിയ റോഡാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി പോകുന്നത്. ഞാൻ പോയിട്ടില്ല. ഞാൻ കുറെ നാളെ ബാംഗ്ലൂർക്ക് ഡ്രൈവ് ചെയ്ത് പോയിട്ട്. ഇത് അടിപൊളി വഴിയാട്ടോ. ഞങ്ങളിപ്പോ ഇവിടെ റോയക്കോട്ടയം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തെത്താറായി. ഇവിടെ ആ റോഡിന്റെ പണി മൊത്തം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് നമ്മൾ പല ആൾക്കാർ ഇതിലെ പോകാതെ കാലടിച്ചെടുക്കുന്നത്. ഫുൾ കണക്റ്റഡ് ആയിട്ടില്ല, പക്ഷെ ടോളൊക്കെ പിരിക്കുന്നുണ്ട്. ടോള് ഫിനിഷ് ആയി. ടോളിന്റെ പണിയൊക്കെ ടോളിന്റെ പണിയൊക്കെ കറക്റ്റാ. അതൊക്കെ ഫാസ്റ്റ് ആദ്യം തീർക്കും. റോഡ് പണി കഴിഞ്ഞില്ലെങ്കിലും ടോള് പണി കഴിയും, ടോള് പിരിക്കും. കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ നമ്മളിപ്പോ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൂഗിൾ മാപ്പിന് ശരണം. നിർത്തി കൊടുത്തപ്പോഴേ അവർക്കൊരു സംശയം, ഇതെന്താ നിർത്തി കൊടുക്കുക, ഇവിടെ ആരും നിർത്തി കൊടുക്കാറില്ലെന്ന് തോന്നുന്നു. പക്ഷെ അവര് പോയില്ല, നിർത്തി കൊടുത്തിട്ട് അവര് പോയില്ല. 4 പേരുണ്ട് ആ ബൈക്കില്. സാധനം കണ്ടോ, ഇത് ബാംഗ്ലൂർക്ക് കയറാനുള്ള ബ്ലോക്കാ. ബാംഗ്ലൂർ നഗരത്തിനുള്ളിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ബ്ലോക്കാണ് ഈ കാണുന്നത്. കണ്ടോ, കർണാടക രാജ്യ ബംഗളൂരു സിറ്റി അങ്ങനെയുള്ള കർണാടക രാജ്യം എന്നാണ് ഇവര് പറയുന്നത്. രാജ്യ എന്ത് ബ്ലോക്കാന്ന് നോക്ക്. അവിടെ ടോളുണ്ട്, ആ ടോളിന്റെ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇപ്പൊ കേരളത്തിലാണെങ്കിലേ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. അറ്റ്ലീസ്റ്റ് നമ്മുടെ ആൾക്കാർ ഇടപെട്ടും മാധ്യമങ്ങൾ ഇടപെട്ടും കോടതി ഇടപെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ നടന്നേനെ. ഇതിപ്പോ കർണാടകം, കേരളം, തമിഴ്നാട് ബോർഡർ, അവിടെ കർണാടകത്തിൽ കയറുന്നു, കർണാടകത്തിന്റെ ആയിട്ടുള്ള സംഭവങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എന്താല്ലേ, ആർക്കും ഒരു പ്രശ്നമില്ല, ഒരു ഹോളിഡേയിലോ ഒന്നുമില്ല. ഒരു 10-15 മിനിറ്റ് ഇവിടെ ബ്ലോക്കിൽ കിടന്നേ കയറാനും പറ്റുള്ളൂ. അവിടെ ഒരു മഞ്ഞയും റെഡും കൂടെ ഒരു കളറിലൊരു ഫ്ലാഗ് കണ്ടോ, അതാണ് കർണാടകത്തിന്റെ ഫ്ലാഗ്. ഇവർക്ക് ഈ സംസ്ഥാനത്തിന് സ്വന്തമായിട്ട് ഫ്ലാഗ് ഒക്കെ ഉണ്ട്. അതാണ് നമുക്കിവിടെ കാണുന്നത്. ഇതുണ്ടോ, 32 കിലോമീറ്റർ 1 മണിക്കൂർ 21 മിനിറ്റ്. ഇത് കണ്ടില്ലേ, ഈ ടോൾ പ്ലാസ തെണ്ടികളാണ് ഇത്രയും ബ്ലോക്ക് ഇവിടെ ആക്കിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഇത്രയും തിരക്കുള്ള സമയത്ത് അവിടെ എന്തോ വഴക്കുണ്ടാക്കിയിട്ട് ഒരു ട്രാക്ക്, ഒരു ലൈനും കൂടെ അടച്ചിട്ടിരിക്കുന്നുണ്ടോ. നോക്ക് എന്തോന്നല്ലേ. ഇത്രയും മെല്ലപ്പോക്കിൽ പോകുന്ന ടോൾ പ്ലാസകൾ ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ നാണക്കേട് തോന്നുന്നുണ്ട് ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് ഈ റോഡെല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടിട്ട് ഇത്രയും പറഞ്ഞിട്ട് കാര്യമില്ല. ചൈബായി ഉറക്കമായി. പണ്ടേ ഈ 4 വരി 6 വരിയൊക്കെ വരുന്നതിന് മുമ്പ് 8-10 മണിക്കൂറിൽ ബാംഗ്ലൂർ എത്തുമായിരുന്നു. ഇപ്പൊ അതിലും കൂടുതൽ സമയം വേണം. നല്ല റോഡ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഈ ടോൾ പ്ലാസകൾ ഇങ്ങനെ എന്താ പറയാ ചെയ്തിരിക്കും. ഇങ്ങനത്തെ ഉള്ള ടോൾ പ്ലാസകളല്ലേ, എന്ത് കാര്യം? റോഡിൽ നമ്മൾ ഓടി ലാഭിക്കുന്ന സമയം മൊത്തം ഇങ്ങനെ ടോൾ പ്ലാസയിൽ വന്ന് കിടക്കും. ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ 7:30 ഇറങ്ങിയ കൊച്ചിയിലെ 1 മണിക്കൂർ ഫിറോസ്ഖിനെ കാണാൻ പോയി, ഒരു 1/2 മണിക്കൂർ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാനും പോയി. 8, 9, 10, 11, 10 10 മണിക്കൂറായി. ഇപ്പം 5:30 10 മണിക്കൂറായി ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ടില്ല. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് 8 മണിക്കൂർ 9 മണിക്കൂറിൻ്റെയൊക്കെ ബാംഗ്ലൂർ എത്തിക്കൊണ്ടിരുന്ന എറണാകുളത്ത്. ഇതിപ്പോൾ 10 മണിക്കൂറായിട്ടും ബാംഗ്ലൂർ എത്തിയിട്ടില്ല. നമ്മൾ ഇനിയും 1 മണിക്കൂറുണ്ട് സിറ്റിക്കകത്ത് കയറാനായിട്ട്. ഇതാണ് അവസ്ഥ. നാലിച്ചോക്ക് എന്താ അല്ലേ, ഭയങ്കര കഷ്ടമാട്ടോ ശരിക്കും. ഈ 10 മണിക്കൂറിൽ ഒരു 1.5 മണിക്കൂർ നമ്മൾ ഈ വണ്ടിക്കകത്ത് ടോൾ പ്ലാസ അടക്കാൻ വേണ്ടി ആയിരിക്കും എടുത്തിരിക്കുന്നത് സമയം. അത് ഭയങ്കര ശോകമാണോ. നമ്മൾ നോക്കുമ്പോൾ എന്താ ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാർ നിതിൻ ഗഡ്കരിനെ കുറെ പൊക്കി പറഞ്ഞ് വീഡിയോ ഒക്കെ കാണാം. ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ റോഡൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല. ഈ എന്താ പറയുക, പഴഞ്ചൻ ടെക്നോളജി വെച്ചിട്ട് നിങ്ങൾ റോഡ് പണിതിട്ട് ഒരു കാര്യമില്ല. ഈ കേരളത്തിൽ നോക്കിയോ, ടോൾ പ്ലാസകളൊക്കെ തുറക്കുമ്പോഴത്തേക്കിന് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ആർക്കറിയാം. അത് ഈ പറഞ്ഞല്ലോ, നമ്മൾ തിരുവനന്തപുരം പോലെ കാസർഗോഡ് വരെ 10 മണിക്കൂർ കൊണ്ട് ഓടിയെത്തുമെങ്കിൽ അതിനകത്ത് 2 മണിക്കൂർ നമ്മൾ ടോൾ പ്ലാസ കിടക്കേണ്ടി വരും. അതായിരിക്കും നമ്മുടെ അവസ്ഥ. ആൾക്കാരൊക്കെ അവിടെ നിന്ന് വണ്ടി റിവേഴ്സ് ഒക്കെ എടുത്തോണ്ട് വരുമോ നോക്കി. എവിടെ നിന്നൊക്കെയാ വണ്ടി പോകുന്നൊരു ഐഡിയ ഇല്ല. നമ്മളങ്ങനെ 65 രൂപ ടോൾ കൊടുത്തിട്ട് എക്സ്പ്രസ് ഹൈവേ കയറി. അതായത് മറ്റേ ഇലക്ട്രോണിക് സിറ്റിയുടെ മേളിൽ കൂടെ ഉള്ള ഫ്ലൈ ഓവറില്ലേ, അതിൽ കയറിയപ്പോൾ അതിൻ്റെ മേളിലും ബ്ലോക്കാണ്. എക്സ്പ്രസ് ടോൾ കൊടുത്തിട്ട് കയറിയ താഴത്തെ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി കയറിയ വഴിയാണ്. അതിൻ്റെ മേളിൽ കയറിയപ്പോൾ അവിടെയും ബ്ലോക്കിൽ പെട്ട് കറങ്ങി നടക്കാൻ നമ്മുടെ ജീവിതം ഇനിയും ബാക്കി. ഞാനിവിടെ ഏതോ ഒരു സ്ഥലത്ത് വന്ന് പെട്ട് ഒരു 10 മിനിറ്റ് ബ്ലോക്കിൽ കിടന്ന് പിന്നെ അവിടെ വണ്ടി റിവേഴ്സ് എടുത്ത് വീണ്ടും വന്ന് എങ്ങനെയൊക്കെയാ പോയിക്കൊണ്ടിരിക്കുക. ഐഡിയ ഇല്ല ശരിക്കും. സൈറുവായി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ വണ്ടി എടുത്തോണ്ട് ബാംഗ്ലൂർ വരില്ല. ഞാൻ വെറുത്തു. വാസ്തവമാണ്. പക്ഷെ എന്ത് ട്രാഫിക്കാണ് ബാംഗ്ലൂർ. ഒന്നാമതെ കർണാടകത്തിലോട്ട് കേറാൻ തന്നെ ട്രാഫിക്ക്. കേറിക്കഴിഞ്ഞത് സാറ്റർഡേ കൂടെ അല്ലേ, എന്തോ അവസ്ഥ. അങ്ങനെ ഫൈനലി ബാംഗ്ലൂർ എത്തി. ഡീസൽ അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ ഡീസലിന് വില കുറവാണ്, 90 രൂപയുള്ളൂ, 91 രൂപയുള്ളൂ. മടുത്ത് ചടച്ച് അയ്യോ ഇനി ഈ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും ശരിക്കും മടുത്ത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിന്റെ അടുത്തെത്തി ഗൈസ്. അയ്യോ സൈറുബായി നമ്മൾ എത്തി. അങ്ങനെ ഫൈനലി
നമ്മളിവിടെ MG റോഡിലാണ് താമസിക്കുന്നത്. MG റോഡിൽ ലോ ആ കാണുന്ന ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. ഇവിടെ ഷോപ്പിംഗ് മോളൊക്കെ ഉണ്ട്, അടിപൊളി. നിങ്ങൾക്ക് ഷൂ വാങ്ങണമെന്നല്ലേ പറഞ്ഞേ, അവിടെ പോയി കാണിച്ചാൽ മുമ്പിൽ അച്ഛൻ്റെ ഉണ്ട്. ഇതിലേ കയറുന്നേ ഇൻ താജ് MG റോഡ്. പക്ഷെ എൻ്റെ അമ്മേ അങ്ങനെ ഫൈനലി എത്തി. ഹായ്, നമസ്തേ, താങ്ക് യു. ഇവിടെ വാട്ടർ ചിക്കൻ. I'm good. How are you? നന്നാരി സർബത്ത്, റൈറ്റ്? താങ്ക് യു. കൊള്ളാല്ലേ, നല്ല ഗ്യാസ് ഒക്കെ ഉള്ള ജ്യൂസ്. ക്രിസ്മസ് തീമും പരിപാടികളൊക്കെയാണ്. 503 എവിടെ? 503. ഓ, ഇത് നമ്മുടെ ഷോപ്പിംഗ് മോള് കാണാം ഇവിടെ നിന്ന്. ഇത് കണ്ടാ, ഇത് കണ്ടാ, ഇവിടെ ഫുൾ നമ്മുടെ ആ ഒരു മോള് കംപ്ലീറ്റ് കാണാം. ആ മോളിന്റെ മേളിൽ എന്തോ സംഭവം ഉണ്ടെന്നൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു. നോക്കാം, ഞാൻ ചോദിക്കാം. അയ്യോ അയ്യോ, അടിപൊളി, കൊള്ളാലോ, നൈസ് റൂമാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുറി. ഇത് കൊള്ളാമല്ലേ, നല്ല മുറിയാണ്. ഇവിടെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് സംഭവം, 2 കുപ്പി വെള്ളം കണ്ടോ? ഇത് ഇങ്ങനത്തെ വെള്ളത്തിന് ഉപയോഗിച്ചേക്കുന്നത് എന്നുള്ളതല്ലേ പരിപാടി. ഈ ചില്ലു കുപ്പി, പ്ലാസ്റ്റിക്കും പരിപാടികളൊന്നുമില്ല. പിന്നെ ഇവിടെ എന്താ സാധനം ഇരിക്കുന്നത്, അത് എന്തോ വെറുതെ ഇരിക്കുന്ന സാധനം. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇതെന്താ ഇത്? ഇതെന്ത് ഇത് തുറക്കാൻ പറ്റുമോ? യെസ്, തുറക്കാമല്ലോ. ഇതിനകത്ത് മറ്റേ ചായ, കാപ്പി അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ വാവ്, ഇതൊക്കെ മറ്റേ എന്താ പറയുക, സ്നാക്സ് ആണ്, ഓരോരോ സാധനങ്ങൾ. ഇതൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ആയിരിക്കും, എനിക്ക് നല്ല കാശുണ്ടാവും. പിന്നെ ഇവിടെ താഴെ ദർ ഇസ് എ മിനി ബാർ. ഇവിടെ ഒരു മിനി ബാർ ഉണ്ട്. ഇതിനകത്ത് സ്പ്രൈറ്റ്, കൊക്കക്കോള, പിന്നെ ബിയർ, സോഡ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വെൽക്കം ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്, ആപ്പിളും പിന്നെ സബർ ചില്ലിയും അങ്ങനെ കുറേ സാധനങ്ങളും. അതൊക്കെയാണ് ഇവിടെ ഈ ടേബിളിൽ വെച്ചിരിക്കുന്നത്. കൊള്ളാം, നമുക്ക് ഒരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു റേറ്റിനാണ് നമുക്ക് ഈ ഒരു റൂം കിട്ടിയത്. നമുക്ക് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ബെഡിന് റേറ്റ് കുറവും ട്വിൻ ബെഡിന് റേറ്റ് കൂടുതലുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇച്ചിരി റേറ്റ് കുറവാണെങ്കിലും നമുക്ക് അത് നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഷൈർ ഭായ്, ഇത് പണിയാട്ടാ. ഇതിനകത്ത് നോക്കി അകത്ത് കാണാം കട്ടനവിടെ. ഓക്കെ, ഇവിടെ കുഴപ്പമില്ല. ഇതിനകത്ത് നമുക്ക് നിന്ന് കുളിക്കുമ്പോൾ പുറത്ത് കാണത്തില്ല. അതാണ് സംഭവം, മനസ്സിലായില്ലേ? അത് കൊള്ളാം. ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. അതായത് ബാത്റൂം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഇതുപോലത്തെ സെറ്റപ്പാണ്. അത് കൊള്ളാമല്ലോ പരിപാടി, നൈസ്. പിന്നെ ഇവിടെ വേറെ എന്താ വൗ ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് വൗ ഫാക്ടേഴ്സ് ഒന്നുമില്ല. എല്ലാം താജിൻ്റെ തന്നെ സാധനങ്ങളാണ്. ഇത് മറ്റേ ഫോറസ്റ്റ് എസെൻഷ്യൽസിൻ്റെ സോപ്പും സാധനങ്ങളൊക്കെയാണ് ഇവരിവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ മാക്സിമം പ്ലാസ്റ്റിക് ഒക്കെ എവിടെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ അതൊക്കെ അവർ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അലമാരിക്കകത്ത് ഒരു സേഫ് ലോക്കറും പിന്നെ ബാത്റൂമും പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ, ബേസിക് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അടയൂ. പിന്നെ ഇത് കൊമോഡ്, അതായത് 2 പേർക്ക് ഒരേ സമയം ബാത്റൂം യൂസ് ചെയ്യാം. ഒരാൾ വിളിക്കുമ്പം ഒരാൾക്ക് ടോയ്ലറ്റിൽ പോകാം, അല്ലെങ്കിൽ വേറൊരാൾക്ക് പല്ല് കേൾക്കാം. സോ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ലൈക്ക് എവ്രിബഡി വിൽ ഗെറ്റ് പ്രൈവസി എന്നൊക്കെ ആ ഒരു രീതിയിലൊക്കെ വേണം പറയാം. എന്തായാലും ഇത് ഇന്നൊരു 1.5 ഡ്രൈവ് ആയിപ്പോയി കേട്ടോ. നമ്മൾ ഏകദേശം കറക്റ്റ് രാവിലെ 7:30 വിട്ട്, കൊച്ചി മാരിഡിൻ്റെ മുമ്പിൽ നിന്ന് 7:30 വിട്ട നമ്മൾ എത്ര മണിയായി? 7:30 7:15 ആയപ്പോഴാണ് ഇവിടെ എത്തുന്നത്. 12 മണിക്കൂർ എടുത്തു അവിടെ നിന്ന്, എടപ്പള്ളിയിൽ നിന്ന് MG റോഡ് വരെ, ഇവിടെ ബാംഗ്ലൂർ MG റോഡ് വരെ എത്താനായിട്ട്. ആ 12 മണിക്കൂറിൽ 2 മണിക്കൂർ ടോൾ പ്ലാസയിലും പിന്നെ വേറെ ഒരു 1 മണിക്കൂർ ബ്ലോക്കിലും, അല്ലേ 2 മണിക്കൂർ ടോൾ പ്ലാസയിൽ, 1 മണിക്കൂർ ബ്ലോക്കിൽ, പിന്നെ 1 മണിക്കൂർ നമ്മൾ ഫിറോസ്കാരുടെ കൂടെ, പിന്നെ ഒരു 1/2 മണിക്കൂർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ. അതാണ് സംഭവം. എൻ്റെ അമ്മേ മതിയായി. ഇത് വന്ദേ ഭാരതി വന്നാൽ മതിയായിരുന്നു. ഉച്ചയ്ക്ക് 2:30 കയറിയായിരുന്നു, 10 മണിക്ക് ഇവിടെ എത്തിയാലേ. കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വണ്ടിയും കൊണ്ട് വരേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു എനിക്ക്, അതുകൊണ്ടാണ് വണ്ടിയിൽ വന്നത്. അപ്പോൾ വന്ദേ ഭാരതി വന്നാൽ നടക്കില്ലല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. താജെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഊള ടവലാണ് വെച്ചേക്കുന്നത്. ഈ ടവലൊന്നും താജിൻ്റെ ക്വാളിറ്റി അല്ല. നൂല് പൊങ്ങിയതും പിന്നെ കളറ് മാറിയതുമായിട്ടുള്ള ഈ ടവൽസൊക്കെയാണ് താജ് ഹോട്ടലിൽ വെച്ചിരിക്കുന്നത്. എന്തൊരവസ്ഥയാണെന്ന് നോക്കിയാൽ. നമ്മുടെ ഇന്ത്യയിലെല്ലാം കണക്കാണ്, മാരിട്ടും കണക്കാണ്, താജും കണക്കാണ്.